മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിലെ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തുവന്നു. കോഴിക്കോട് മുസ്ലിം ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KM ഷാജിയെ പിന്തുണച്ചും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചുമാണ് കുറേ പോസ്റ്ററുകൾ ലീഗ് ഹൗസിൻ്റെ മുന്നിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ലീഗ് ഹൗസിന് മുന്നിലെ പോസ്റ്ററുകൾ അപ്പാടെ നീക്കി. സമസ്തയുടെ നിർണായക മുശാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. എന്തായാലും ലീഗിൽ കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മിഥില ബാലൻ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. മിഥില വീണ്ടും ചേരുന്നു. ഗുഡ് മോർണിംഗ് മിഥില. യഥാർത്ഥത്തിൽ ലീഗിൽ ചില അഭിപ്രായ ഭിന്നതകൾ കാലം മാറിയപ്പോൾ ഇരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിൻ്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ലീഗിൽ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടാവുകയാണോ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം പാണക്കാട് തങ്ങളെയൊന്നും ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കോൺഗ്രസിലൊക്കെ ഇത്തരത്തിൽ പോസ്റ്റർ യുദ്ധം കണ്ടിട്ടുണ്ടെങ്കിലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ലീഗിൽ ഇത്തരം ഒരു പരിചയമില്ല ഇത്തരം പോസ്റ്ററുകളൊന്നും തന്നെ. നമുക്കിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ പോസ്റ്ററുകൾ. ഇത് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലെ പോസ്റ്ററാണ്. നേരത്തെ ലീഗ് ഹൗസിന് മുന്നിൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ വാർത്ത നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു വ്യക്തി എത്തി ആ പോസ്റ്ററുകളെല്ലാം തന്നെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് ഹൗസിന് മുന്നിൽ യൂത്ത് ലീഗ്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന യൂത്ത് ലീഗ് ഓഫീസിന് പരിസരം, പ്രസ് ക്ലബ്ബ് പരിസരം, മാനാഞ്ചിറ, പാവമണി റോഡ് ജംഗ്ഷൻ, സിറ്റിയുടെ പല ഭാഗങ്ങൾ, ഇങ്ങനെയാണ് പോസ്റ്ററുകൾ കാണുന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം KM ഷാജി ഈ മുനമ്പം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെ എന്നായിരുന്നു KM ഷാജി പറഞ്ഞത്. ആ KM ഷാജിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോസ്റ്റർ ഉള്ളത്. വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയാതെ, നമുക്കറിയാം കാരാത്തോട്ടെ മുതലാളി എന്ന് പറയുന്നത്, കാരാത്തോട് കുഞ്ഞാലിക്കുട്ടിയുടെ വീട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരാത്തോട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക എന്ന ഒരു പോസ്റ്ററുണ്ട്. മറ്റൊന്ന് തലമുറ മാറ്റം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള, അതായത് മുനവറിലെ ശിഹാബ് തങ്ങളെ വിളിക്കൂ, ലീഗിനെ രക്ഷിക്കൂ, അത്തരത്തിലുള്ള ഒരു പോസ്റ്ററുണ്ട്. മുനമ്പം വഖഫ് ഭൂമി വിഷയം സമസ്ത ഒളിച്ചുകളി നിർത്തുക, നിലപാട് തുറന്നു പറയുക, വിലക്കുകളുടെ വാറോലകൾ കൊണ്ട് ആദർശശാലികളുടെ വായ മൂടിക്കെട്ടാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് തെറ്റി, ആവർത്തിച്ചു പറയുന്നു മുനമ്പം വഖഫ് ഭൂമി തന്നെ. ബാഫക്കി സ്റ്റഡി സർക്കിളിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പരസ്യമായി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ യുദ്ധം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ യുദ്ധം വരുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഇന്ന് സമസ്തയുടെ നിർണായകമായ മുഷാവറ യോഗം ചേരുന്നു. ആ മുഷാവറ യോഗത്തിൽ വഖഫ് ഭൂമി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്ററുകൾ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. SKN. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഗുഡ് മോർണിംഗ് SK. ഗുഡ് മോർണിംഗ്. ഒരു യൂട്യൂബ് സന്ദേശം. കേരളത്തിലെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ MLA തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ള വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കണം, ഇതെല്ലാവർക്കും ബാധകമാക്കണം എന്ന് ശ്രേയ VS മുംബൈയിൽ നിന്ന് എഴുതുന്നു. തീർച്ചയായിട്ടും ഈ റോഡിലെ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം. കത്തിച്ചു പോകുന്ന പരിപാടി മാത്രമല്ല, ഇടയ്ക്ക് ഒരു പരിപാടിയുണ്ട്. ചില ആൾക്കാർ, പ്രത്യേകിച്ച് വലിയ നേതൃതലത്തിൽ മന്ത്രിമാരും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ചില സ്ഥലത്തെത്താൻ താമസിച്ചിറങ്ങുകയാണെങ്കിൽ അവർ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കാൻ പറയും, റോഡൊന്ന് ക്ലിയർ ചെയ്തേക്കാൻ. ആ ഉടനെ സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് ഇവർ പാഞ്ഞങ്ങ് പോകും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും മന്ത്രി KB ഗണേഷ് കുമാർ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഈ ക്ലിപ്പ് അയച്ചു കൊടുക്കാം. അദ്ദേഹം നമ്മുടെ ഒരു ഓഫറായിട്ട് കിടക്കട്ടെ. സാധാരണ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, എയർ ടൈമിനൊരു വിലയുണ്ട്. അപ്പോൾ അത് നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്.